ഹായ് ഓൾ, വെൽക്കം ടു ശ്രീകാര്യം. വേനലവധിയായിട്ടും പാലക്കാടൻ ചൂട് കാരണം പുറത്തൊന്നും കറങ്ങാൻ കഴിയാത്ത ധ്യാനിൻ്റെ പരാതി തീർക്കാനായിട്ട് ഇന്ന് ഞങ്ങൾ എത്തിയിട്ടുള്ളത് പാലക്കാട് കുന്നത്തൂർമേടിനടുത്തുള്ള സിം ആൻഡ് സാംസ് പ്ലേ ടൗണിലാണ്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ കുന്നത്തൂർമേട് വേപ്പിൻചോട് മാരിയമ്മൻ ക്ഷേത്രത്തിന് ഓപ്പോസിറ്റുള്ള ഡെക്കാത്തലൂൺ ഷോറൂമിൻ്റെ 3rd ഫ്ലോറിലാണ് ഇതുള്ളത്. 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് കളിക്കാൻ ആവശ്യമായ ധാരാളം റൈഡുകൾ ഇവിടെയുണ്ട്. കുട്ടികൾക്ക് സുരക്ഷിതമായി കളിക്കാനുള്ള സൗകര്യം ഒരുക്കുന്നതോടൊപ്പം തന്നെ വളരെയധികം വൃത്തിയായി ഇവിടെ സൂക്ഷിച്ചിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ശീതീകരിച്ച ഹാളായതുകൊണ്ട് തന്നെ പുറത്തെ ചൂട് ഒട്ടും കുട്ടികളെ ബാധിക്കില്ല. കാലിൽ സോക്സ് ഇട്ട് മാത്രമേ ഇതിനുള്ളിലേക്ക് പ്രവേശിക്കാൻ കഴിയൂ. നമുക്ക് കൊണ്ടുവരാവുന്നതാണ് സോക്സ്, അല്ലെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിക്കാനും കിട്ടും. ഫോണിനും ടി വിക്കും ഒക്കെ അടിമപ്പെട്ട് കുട്ടികൾ വീട്ടിൽ അടച്ചിരിക്കുന്ന ശീലം ഇപ്പോൾ വളരെയധികം കാണാൻ കഴിയും. അതിൽ നിന്നൊക്കെ വിട്ട് കുട്ടികൾക്ക് പുറത്ത് കളിക്കാനുള്ള അവസരമൊരുക്കുകയും ഇടയ്ക്കെപ്പോഴെങ്കിലുമൊക്കെ ഇതുപോലെയുള്ള സ്ഥലങ്ങളിലേക്ക് കൊണ്ടുവരികയും ചെയ്യുമ്പോൾ അവരുടെ ശാരീരികവും മാനസികവുമായ വളർച്ചയിൽ അത് വളരെയധികം സഹായിക്കും. ഒരു കുട്ടിക്ക് 1 മണിക്കൂറിന് 450 രൂപയും 2 മണിക്കൂറിന് 550 രൂപയുമാണ് ഇവിടുത്തെ നിരക്ക്. കൂടെയുള്ള രക്ഷിതാക്കൾക്ക് പ്രത്യേകം ചാർജുകളൊന്നും നൽകേണ്ടതില്ല. എൻട്രി ഫീസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വീഡിയോയുടെ അവസാനം ചേർത്തിട്ടുണ്ട്. ധ്യാൻ എന്തായാലും കിട്ടിയ അവസരം നന്നായി മുതലാക്കുന്നുണ്ട്. ഇടയ്ക്ക് മുൻപിലുള്ള ആൾക്കൊരു ചവിട്ട് കൊടുത്തെങ്കിലും വലിയ പ്രശ്നമൊന്നും ഉണ്ടായില്ല. അതിനിടയ്ക്കാണ് തൊട്ടപ്പുറത്ത് കുറച്ച് കുട്ടികൾ വീട് വയ്ക്കുന്നത് അവൻ കണ്ടത്. ആശാനും അങ്ങോട്ടോടി. പിന്നെ വീട് പണിയാണ്. കിട്ടിയ കട്ടകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് നോക്കുന്നുണ്ട്. എന്തായാലും വലുതാവുമ്പോൾ ഒരു വീട് വയ്ക്കേണ്ടതല്ലേ, ഇതതിനുള്ളൊരു പ്രാക്ടീസ് ആയിക്കോട്ടെ എന്ന് ഞങ്ങളും കരുതി. ഒതുങ്ങിയിരുന്ന് ശീലമില്ലാത്തത് കൊണ്ട് പാർക്കിലാകെ ഓടി നടക്കുകയാണ് ധ്യാൻ. കുറച്ച് കഴിഞ്ഞപ്പോൾ അവിടെ കണ്ടൊരു വള്ളിയിൽ തൂങ്ങിയാടാനും തുടങ്ങി. JCBയും റോഡ് റോളറുമൊക്കെ കിട്ടിയതോടെ ആ പാർക്ക് മൊത്തം ഇടിച്ചു പൊളിക്കാനുള്ള ആവേശമായിരുന്നു അവൻ്റെ ഉള്ളിൽ. പിന്നീട് അവിടെ കണ്ട എല്ലാത്തിലും കയറിയിറങ്ങിയും ഉരുണ്ടും പെരണ്ടും ഒരാഘോഷമാക്കി മാറ്റി. അതിനിടയിൽ രഹസ്യമായി വന്ന് പാർക്കിൽ കൊണ്ടുവന്നതിനുള്ള നന്ദി പറയാനും അവൻ മറന്നില്ല. എല്ലാവരുടെ ഉള്ളിലും ഒരു കുട്ടി ഒളിച്ചിരിക്കുന്നുണ്ടെന്നല്ലേ പറയാറ്. അവസരം കിട്ടിയപ്പോൾ ഞങ്ങളും അത് ഉപയോഗിച്ചു. നമ്മുടെ ചെറുപ്പകാലത്തൊന്നും ഇതിനുള്ള അവസരം കിട്ടിയിട്ടില്ലല്ലോ, എന്നാൽ പിന്നെ ഇപ്പോൾ ആവാമെന്ന് കരുതി.
ചെറിയ രീതിയിലുള്ള ബർത്ത്ഡേ പാർട്ടികൾ നടത്തുന്നതിനുള്ള ഒരു പാർട്ടി റൂമും ഇവിടെ മനോഹരമായ രീതിയിൽ ഒരുക്കിയിട്ടുണ്ട്.